നമുക്ക് എൻ ശ്രീകുമാറിലേക്ക് മടങ്ങി വരാം. എൻ ശ്രീകുമാർ, താങ്കൾ പറഞ്ഞത് താങ്കൾക്ക് പൂർത്തിയാക്കാം. താങ്കൾ പറഞ്ഞു വരുന്നതനുസരിച്ച് ഇതൊരു മങ്ങലേൽപ്പിച്ചു, എന്നാൽ കാര്യമായ ഒരു വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. മുൻകാലങ്ങളിൽ കണ്ടതുപോലെയുള്ള വലിയ അപശബ്ദങ്ങളൊന്നും മറ്റു നേതാക്കളിൽ നിന്നുണ്ടായിട്ടില്ല. അതാണ് താങ്കൾ പറഞ്ഞു വരുന്നത്, അല്ലെ എൻ ശ്രീകുമാർ? അതിന്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ CPM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സമാപിച്ച ശേഷം പത്മകുമാർ എല്ലാം ഐകകണ്ഠേന ഇന്ന് നേതൃത്വം പറഞ്ഞ് നാക്കെടുക്കുന്നതിന് മുമ്പ് ശ്രീ എ പത്മകുമാർ നമ്മുടെ മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തതുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് അന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതിഷേധം പരസ്യമായിട്ട് തന്നെ രേഖപ്പെടുത്തി. CPM-ൽ അങ്ങനെ ഒരു സംഭവം നടന്നത് നിങ്ങൾ 2 മാസം മുമ്പ് ശ്രദ്ധിച്ചു. അതിനുശേഷമാണ് കോൺഗ്രസിന്റെ പുനഃസംഘടന നടന്നത്. ഏത് നേതാവാണ് പരസ്യമായിട്ട് KPCC പുനഃസംഘടനയെ എതിർപ്പ് പ്രകടിപ്പിച്ചത്? ശ്രീ കെ സുധാകരൻ ഇന്ന് നടത്തിയ അദ്ദേഹത്തിന്റെ പ്രതിഷേധം എന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് പറഞ്ഞു, എന്നെ മാറ്റിയത് തെറ്റല്ല, പക്ഷെ എന്നെ മാറ്റിയത് ശരിയല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആ വാചകം എങ്ങനെയാണ്? എന്നെ മാറ്റിയത് തെറ്റല്ല, ശരിയല്ല. പിന്നെ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു അവസ്ഥ എന്താണ്? അല്ല, അതാ പറഞ്ഞത്. എന്ന് വെച്ചാൽ അത് അത്രയും ലളിതമാണ്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ കോൺഗ്രസിൽ മറച്ചു പിടിക്കാൻ പറ്റില്ല ഡോക്ടർ അരുൺ. കാരണം കോൺഗ്രസിലെ സമ്മർദ്ദ രാഷ്ട്രീയം എന്ന് പറയുന്നത് പയറ്റാത്ത ആരും കേരളത്തിലില്ല. അത് അനുവദനീയമായ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് കോൺഗ്രസില്. അപ്പൊ അതുകൊണ്ട് ശ്രീ സുധാകരൻ അദ്ദേഹത്തിന്റെ ചില താല്പര്യങ്ങൾ, എന്തായാലും അദ്ദേഹം KPCC പ്രസിഡന്റ് മാത്രമല്ല, കണ്ണൂരിലത്തെ MP ആണ്. കണ്ണൂർ എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചാൽ അറിയാമല്ലോ, അതായത് കണ്ണൂരിലത്തെ CPM-നോട് മല്ലടിച്ചു വളർന്ന നേതാവാണ് സുധാകരൻ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണൂർ പൊളിറ്റിക്സും ഇപ്പോഴത്തെ കണ്ണൂരിലത്തെ രാഷ്ട്രീയവും ഗോവിന്ദമാഷും പിണറായി വിജയനും EP ജയരാജനും ഇന്ന് നമ്മുടെ KK രാഗേഷ് അടക്കം ഇന്ന് കോൺഗ്രസിനെതിരെ പറഞ്ഞൊക്കെ അറിയാമല്ലോ. അപ്പൊ അത്തരം സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരസ്യമായി പറയുമ്പോഴാണ് ശ്രദ്ധിക്കപ്പെടുക. അതുകൊണ്ട് മാത്രം അദ്ദേഹം പറഞ്ഞതാണ്. അതല്ലാണ്ട് സുധാകരന്റെ സങ്കടം ഒന്നും ഞാൻ പറയില്ല. കാരണം സുധാകരൻ കരുത്തനാണ്, ഒരിക്കലും അദ്ദേഹത്തിന് സങ്കടം വരില്ല. അദ്ദേഹത്തിൻ്റെതായ ചില അഭിപ്രായങ്ങൾ അദ്ദേഹം പറയണമെന്ന് തോന്നി അന്തസ്സായിട്ട് അദ്ദേഹം പറഞ്ഞു. അതൊരു തെറ്റുമില്ലെന്ന് മാത്രമല്ല, നാളെ ഒരു കോൺഗ്രസ് നേതാവും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പഴിക്കുമെന്ന് മാറ്റിയ ആളുകൾക്ക് ഈ പാർട്ടിയോടുള്ള സ്നേഹമൊന്നുമല്ല പ്രതിഫലിക്കുന്നതെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ അതാ പറഞ്ഞത്, ഏത് പാർട്ടിയിലാണ് എല്ലാം സൗമ്യതയോടെ നടക്കുന്ന ഏത് പാർട്ടിയിലാണ്? ഞാൻ ഉദാഹരണം പറഞ്ഞ CPM-ന് ഉദാഹരണം പറഞ്ഞപ്പോൾ പക്ഷേ പത്മകുമാർ എന്നുള്ളത് അവിടെ ജില്ലാ കമ്മിറ്റിയിൽ ഒരു അംഗമാണ്, ജില്ലാ സെക്രട്ടേറിയറ്റിൽ പോലും ഇല്ലാത്ത രംഗമാണ്. പക്ഷേ ഇവിടെ പ്രതികരിച്ചിരിക്കുന്നത് KPCC-യുടെ മുൻ അധ്യക്ഷനാണ്. മുൻപുള്ള KPCC അധ്യക്ഷന്മാരൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ പ്രതികരിച്ചതായി നമ്മൾ കണ്ടിട്ടുണ്ട്. തൊട്ട് മുമ്പിൽ ഇപ്പോൾ ഉണ്ട്, കെ മുരളീധരന്റെ കാര്യത്തിലാണെങ്കിൽ കെ മുരളീധരനെ അവിടെ നിന്ന് മാറ്റുന്നത്, അല്ലെങ്കിൽ കെ മുരളീധരന് തൊട്ട് മുമ്പുണ്ടായിരുന്ന നേതാക്കൾ ഇമാം ഹാസനെ മാറ്റുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. PP തങ്കച്ചനെ പോലും മാറ്റുന്നത് പത്രത്തിലൂടെയാണ്, ടെലിവിഷൻ ചാനലിലൂടെയാണ് താൻ അറിഞ്ഞത് എന്നാണ് PP തങ്കച്ചൻ 2004 പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. ശരി, ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. നമുക്കിപ്പം ശ്രീ സജീവൻ കൂടി ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഇവിടെ ശ്രീ ലാൽകുമാർ സാധാരണ കോൺഗ്രസ് ഇഷ്ടപ്പെടാത്ത ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. കത്തോലിക്ക സഭ പറഞ്ഞു KPCC പ്രസിഡന്റിനെ. ഏത് കത്തോലിക്ക സഭയാ പറഞ്ഞു? ഏത് വക്താവാ പറഞ്ഞത്? ഏത് ബിഷപ്പാ പറഞ്ഞത്? എന്റെ അടുത്ത സുഹൃത്താണ് ലാൽകുമാർ. പക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോഴേ ഏതെങ്കിലും കത്തോലിക്ക സഭ പറഞ്ഞോ ഞങ്ങൾ ഇങ്ങനെ ഒരു ക്രിസ്ത്യാനിയെ പിടിച്ച് KPCC പ്രസിഡന്റ് ആക്കണമെന്ന്? ഡോക്ടർ അരുൺ, നിങ്ങളുടെ കാര്യം മനസ്സിലാക്കൂ. AK ആന്റണിയും വയലാർ രവിയും തമ്മിൽ മത്സരിച്ചപ്പോഴേ നമ്മളത് ഈഴവ ക്രൈസ്തവ ഒരു മത്സരമായിട്ട് ആരും പറഞ്ഞില്ല. നമ്മൾ നവകേരളത്തിലേക്ക് എത്തുമ്പോഴാണോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ അടിഞ്ഞുകൂടുന്നത്? ഞാൻ പറഞ്ഞ സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റ് ആക്കുമ്പോൾ ഞാൻ ഇന്നലത്തെയോ മിനിഞ്ഞാത്തോ ഈ റിപ്പോർട്ടർ ചാനൽ ഞാൻ പറഞ്ഞിരുന്നു. അതായത് തുല്യരായ നേതാക്കൾ ഒരുപാട് കേരളത്തിലുണ്ട്. ആ തുല്യരായ നേതാക്കൾ ഏതാണ്ട് എല്ലാവരും KPCC പ്രസിഡന്റുമാരായി കഴിഞ്ഞു. അതിനുശേഷം ഒരാളെ തുല്യരിലേക്ക് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്നു. അത് സണ്ണി ജോസഫ് ആയത് കണ്ണൂരിൽ നിന്ന് സണ്ണി ജോസഫോ VC വിഷ്ണുനാഥോ, അല്ലെങ്കിൽ വിഷ്ണുനാഥാണെ പറയും നായരാന്ന് പറയും, സണ്ണി ജോസഫ് ആകുമ്പോൾ പറയും ക്രിസ്ത്യാനാണെന്ന് പറയും, സിദ്ദിഖാണെങ്കിൽ പറയും മുസ്ലിമാണെന്ന് പറയും. ഇവിടെ ശ്രീ സുധാകരൻ എന്നെ ഈഴവനായി അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹത്തോട് പത്രലേഖനം ചോദിച്ചു, ഈ ചോദ്യം ചോദിച്ചു, അതായത് ക്രൈസ്തവ ഒരു കാര്യത്തെ കുറിച്ച്. അപ്പോൾ ശ്രീ സുധാകരൻ പറഞ്ഞു, എന്നെ മാറ്റിയത് ഈഴവനാണെന്നുള്ള ധാരണയിലാണോ? കേരളത്തിലെ കോൺഗ്രസിൽ ജാതീയപരമായി ചിന്തിക്കരുതെന്നാണ് സുധാകരൻ എന്ന് പറഞ്ഞത്. സുധാകരൻ പറഞ്ഞ എല്ലാ കാര്യവും നമ്മൾ സംസാരിച്ച് പോകണം.
സുധാകരൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു മതേതര പ്രസ്ഥാനത്തിൽ നിന്നും സണ്ണി ജോസഫ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വന്നു എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ശരി. ഇത് നമ്മളെല്ലാം സുധാകരൻ പറഞ്ഞതിൽ ഒരു തെറ്റ് കാണാത്ത നേതാക്കളും പ്രവർത്തകരുമാണ് കേരളത്തിൽ. അതിന്റെ പേരിൽ കോൺഗ്രസിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് കരുതണ്ട. പക്ഷെ CPM ഞാൻ പറഞ്ഞ പോലെ PK ശ്രീമതി ടീച്ചറെ അടക്കം സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറ്റി നിർത്തിയില്ലേ? പിന്നീട് പരസ്യമായിട്ട് തന്നെ പറഞ്ഞില്ലേ ഫീമേഴ്സിന് പങ്കെടുക്കാൻ പറ്റില്ലെന്ന്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ചട്ടം അങ്ങനെ ആയതുകൊണ്ടല്ലേ നിങ്ങളെ എന്തുകൊണ്ടാണോ കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തിയത് അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക. അതല്ലാതെ ബാക്കിയുള്ള സമയത്ത് ഇവിടെ വന്നാൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ MA ബേബി. അല്ല ഡോക്ടർ അരുൺ, ഏത് കാലത്താണ് CPM-ന്റെ ഒരു നേതാവ് പരസ്യമായിട്ട് ഇങ്ങനെ ഒരു നേതാവ് യോഗത്തിൽ വരുമ്പോൾ പാടില്ല എന്ന് പറഞ്ഞത്? അല്ല, വേറെ ഏതെങ്കിലും ഒരു നേതാവിന് ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പോലൊരു സംഘടനയുടെ ചുമതലയുടെ പേരിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പ്രായളവ് കിട്ടിയിട്ടുണ്ടോ നമ്മുടെ അറിവിൽ? ഞാൻ പറഞ്ഞതല്ല ഡോക്ടർ, ഒരു കാര്യം മനസ്സിലാവും. ഞാൻ പറഞ്ഞത് അതല്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ സംഘടനാപരമായ ഒരു കാര്യം പരസ്യമായിട്ട് CPM നേതാവായ മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറയുകയും പിന്നീട് ചർച്ചയാകുകയും പരസ്യമായിട്ടല്ല പറഞ്ഞത്. സംഘടനയിൽ പറഞ്ഞു, അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, തുടർന്ന് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. അതൊന്നും ആവട്ടെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ എന്റെ അതെ താങ്കൾ പറഞ്ഞത് ശരിയാണ്. അല്ല, അതെങ്ങനെ പരസ്യമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ ഞാൻ മനസ്സിലാക്കുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് PK ഇവിടെ വന്നിട്ടില്ല. പങ്കെടുക്കുന്നവരെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ ഇനി അവർക്ക് ഇവിടെ പങ്കെടുക്കുന്നതിന് പരിമിതിയുണ്ടല്ലോ, അവരുടെ പ്രവർത്തന മേഖല അവിടെയല്ലേ എന്ന് സൂചിപ്പിച്ചതായി മനസ്സിലാക്കുന്നു. തുടർന്ന് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിലാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഡോക്ടർ അരുൺ, നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഒരു പൊതു ചർച്ചയായിട്ട് ഇത് വന്നു കേരള സമൂഹത്തില്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മുതല് സംസ്ഥാന സെക്രട്ടറി തൊട്ട് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വരെ അതിൽ പ്രതികരിച്ചു. അതാണ് പരസ്യ ചർച്ച, അതാണ് പരസ്യമായി പറഞ്ഞത്. അത്തരം ഒരു സാഹചര്യത്തിൽ KPCC പുനഃസംഘടനയിൽ ഏത് നേതാവാണ് പരസ്യമായിട്ട് വെല്ലുവിളിച്ചെന്നൊരു ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത്. ഓക്കെ, ശരി, അതിന് ഞാൻ തിരിച്ചു വരാം. Debate with Dr. Arun Kumar.